ആനക്കലഹ സംഭവത്തെ പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആനിലെ അധ്യായം. അഹങ്കാരത്തിന് ആൾരൂപം പൂണ്ട അബ്രഹത്ത് ചക്രവർത്തി മക്കയുടെ മണലാരണ്യത്തിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ കഅബയെ തകർക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. ആയുധങ്ങളോ സൈന്യങ്ങളോ ഇല്ലാത്ത ഖുറൈശികൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സന്ദർഭം ഖുറൈശികളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കഅബയുടെ കില്ല പിടിച്ച് അള്ളാഹുവിനോട് കണ്ണുകൾ നിറഞ്ഞ് ഖൽബ് പിടച്ച് ഗദ്ഗദകണ്ഠനായി പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ഗേഹത്തെ നീ സംരക്ഷിക്കണമേ നാഥ. ആകാശലോകത്തു നിന്ന് അള്ളാഹുവിന്റെ സഹായം പെയ്തിറങ്ങിയ സന്ദർഭം. അള്ളാഹു അവന്റെ സൈന്യത്തെ അയച്ചു. അബ്രഹത്തും കിങ്കരന്മാരും നിലം പരിശായി. ആ ആനക്കലഹ സംഭവത്തെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ വേദിയിൽ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. അല്ലയോ സൈന്യാധിപതി, ഇങ്ങോട്ട് വന്നാലു. ഉത്തരോ പ്രഭു. ഖുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബിനോട് പോയി പറയും, നമ്മൾ അവരെ യുദ്ധം ചെയ്യാനല്ല വന്നിരിക്കുന്ന, കഅബ പൊളിക്കാൻ മാത്രം വന്നിരിക്കുന്ന. അല്ലയോ ഖുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബേ, ഞാൻ അപ്പുറത്ത് രാജാവിൻ സേനാനായകനാണ്. ഞങ്ങൾ നിങ്ങളെ യുദ്ധത്തിനല്ല വന്നിരിക്കുന്നത്, കഅബ പൊളിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് ഞങ്ങളുടെ രാജാവ് ഉത്തരം വിട്ടിട്ടുണ്ട്. താങ്കൾക്ക് പറയാനുള്ളത് ഞങ്ങൾ രാജാവിനോട് ബോധിപ്പിക്കും. അല്ലയോ ഖുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബേ, ഞങ്ങൾ നിങ്ങളായി യുദ്ധം ചെയ്യാനല്ല വന്നിരിക്കുന്ന, കഅബ പൊളിക്കാൻ മാത്രം വന്നിരിക്കുന്ന. ഇതിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കളുടെ ആൾക്കാർ എൻ്റെ 200 ഒട്ടകത്തെ പിടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് അവയെ തിരിച്ചു തരണം. കാലങ്ങളായി നിങ്ങൾ ബഹുമാനിച്ചു വന്ന കഅബയെ കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ലേ? കേവലം ഒട്ടകത്തിനെ കുറിച്ച് മാത്രം താങ്കൾ പറഞ്ഞാൽ താങ്കൾ ഒരു കൊള്ളത്താത്തൻ തന്നെ. താങ്കളിനെ കണ്ട മാത്രയിൽ എനിക്ക് തോന്നിയ മതിപ്പ് ഇതോടെ നശിച്ചുപോയി. ഞാനാണ് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ. കഅബയുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതിനെ രക്ഷിച്ചോളും. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول